നമസ്കാരം. ഇന്ന് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വീഡിയോ ചെയ്യുമ്പോൾ അത് എഡിറ്റ് ചെയ്യണം, പിന്നെ അതൊക്കെ വലിയ മെനക്കെട്ട കാര്യമാണ്. എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര മെനക്കെട്ട കാര്യമായതുകൊണ്ട് ലൈവ് ഇടാനാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അതാ ലൈവിൽ വന്നത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല അതാണ്. അപ്പം കുറച്ചും കൂടി മെസ്സേജ് ആ സമയത്ത് ഇട്ടാൽ നല്ലതാണ്. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ സലാം പറയുന്നുണ്ട്. വലൈക്കും സലാം. ഒരുപാട് നല്ല വാർത്തകളാണ് ഇപ്പം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് മുസ്തഫ വേഗം പറയൂ. അപ്പോൾ ഓരോന്നായിട്ട് വേഗം പറയാ. ഒന്ന്, ഞാൻ ഈ കാര്യങ്ങൾ ഇന്നിപ്പം വൈകുന്നേരം വരെ ചെയ്യാതെ വന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ പിന്നാലെ പറയാം. ആദ്യം തന്നെ ഇന്നത്തെ യഥാർത്ഥ വാർത്തകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ഭീമനെയും കൊണ്ടിട്ട് SIT 11ാം നമ്പറിലാണ് തെരച്ചിൽ നടത്തേണ്ടതിന്. 11ാം നമ്പർ തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് അവിടേക്ക് കൊണ്ടുവന്നപ്പം അവിടെ ഏകദേശം 11ാം നമ്പറിൽ തെരച്ചിൽ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞിന്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. ഭീമ പറഞ്ഞ് 11ൽ വേണ്ട, നമുക്ക് ഇവിടുന്ന് മേലോട്ട് ഈ കുന്നിൻ്റെ മേലേക്ക് പോയിട്ട് അവിടുന്ന് തെരച്ചിൽ നടത്താം. അങ്ങനെ അങ്ങോട്ടേക്ക് SIT യാതൊരു തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എതിർപ്പും പറഞ്ഞില്ല. ഭീമ പറയുന്ന സ്ഥലത്ത് തെരച്ചിൽ നടത്താറിഞ്ഞിട്ട് ആ സ്ഥലത്തിന്റെ പേരാണ് ബംഗ്ലാ കുന്ന്. ആ കുന്നിന്റെ പേരാണ് ബംഗ്ലാ കുന്ന്. അവിടെ എന്തുകൊണ്ട് ആ പേര് എന്നുള്ള അറിയില്ല. അതാണ് ആ കുന്നിന്റെ പേര്. ആ കുന്നിന്റെ മേലേക്ക് പോയി ഏകദേശം റോട്ടുമെന്ന് ഒരു 100 മീറ്റർ മേലെ നല്ല കുന്ന. അത് കയറുന്ന സമയത്ത് അവിടുന്ന് പണിക്കാർ വീണ് അവർക്ക് പരിക്കൊക്കെ പറ്റി. അങ്ങനെ കുറെ സംഭവങ്ങൾ അത് വേറെ ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ കുന്നിന്റെ മേലെ പോയി അവിടെ കുഴിക്കാൻ വേണ്ടി പറഞ്ഞ് അവിടെ കുഴിച്ച് അവിടുന്ന് ഒരുപാട് അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടുണ്ട്. എത്ര എണ്ണം കിട്ടിയെന്നുള്ളത് SIT പുറത്ത് വിട്ടിട്ടില്ല. അസ്ഥികൂടങ്ങൾ കിട്ടി തുടങ്ങി അവിടുന്ന്. ഈ സ്ഥലം ഭീമ ഇതിനു മുന്നേ മാർക്ക് ചെയ്ത സ്ഥലം അല്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭീമ അത്യാവശ്യം നല്ല ബുദ്ധിമാനാണ്, നായികയാണ്. ആ സമയം വരെ ആ സ്ഥലത്തിനെ പറ്റി ഇന്ന് രാവിലെ വരെ ആർക്കും ഒരു വിവരമില്ലേനും. എല്ലാ തയ്യാറെടുപ്പും കഴിച്ച് അവിടെ SIT 11ാം നമ്പർ കുഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്താവുന്നത്, ഭീമ പറയണത് നമുക്ക് ഈ കുന്നിന്റെ മേലെ പോയിട്ട് കുഴിക്കാം. അങ്ങനെ അവിടെ കുഴിച്ച് ഇനി വരും ദിവസങ്ങളിൽ ഇതൊക്കെ ശ്മശാനായി മാറുമെന്നുള്ള അറിയില്ല. എന്തായാലും ഇത്രയും പരന്ന് കിടക്കണ പല ഭാഗത്ത് ശ്മശാനായി കിടക്കണ ലോകത്തെ ഏക ടൗണ് ധർമ്മസ്ഥലായി മാറും. ഗിന്നസ് ബുക്കിലൊക്കെ വരും. അപ്പോ ഭയങ്കര അത്ഭുതമാണ് അത്. ധർമ്മസ്ഥലയിൽ ഇത്രയും ശ്മശാനങ്ങളോ എന്നുള്ളതായിരിക്കും അടുത്ത്. അപ്പൊ എന്തായാലും അവിടുന്ന് ഒരുപാട് അസ്ഥികൂടങ്ങൾ കിട്ടി. ചില അവിടെയുള്ള ആളുകളുടെ സംസാരം സ്ത്രീന്റെ സാരിയോട് കൂടിയിട്ടുള്ള അസ്ഥികൾ കിട്ടിയെന്നാണ്. ഇതൊന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. പോളിസ്റ്റർ സാരി ഉടുത്ത സ്ത്രീന്റെ അസ്ഥികൂടം കിട്ടിയെന്നാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 7, 8, 9, 10
ഈ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാതെ, അസ്ഥികൂടങ്ങൾ കിട്ടാതായത് കുറെ ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ടായി. പല ആളുകളും രംഗത്ത് വന്ന് പലതരത്തിലുള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഊഹാപോഹങ്ങൾക്കൊക്കെ ഒരു കാരണമായി. അതിൻ്റെ ഇടയിൽ 6-ാം നമ്പർ സ്ഥലത്തുനിന്ന് അസ്ഥികൂടങ്ങൾ കിട്ടീനു. ഈ അസ്ഥികൂടങ്ങൾ പരിശോധിച്ച വിദഗ്ധ സംഘം പറയുന്നത് അതൊരു 32-33 വയസ്സ് പ്രായമുള്ള ആളുടേതാണെന്നുള്ളതാണ്. ചില സ്ഥലത്തു നിന്നുള്ള വിവരം അനുസരിച്ചിട്ട് ഈ ഒരു അസ്ഥികൂടത്തിന് ആണാണെന്നും പറയുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടും കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് അറിയേണ്ടതുണ്ട്. അതിനെ പറ്റിയിട്ട് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയും. ഇപ്പം DLR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസിൽ വന്നിട്ടുണ്ട്, 32 മുതൽ 33 വയസ്സ് വരെയുള്ള ഒരാളുടേതാണ്. ഒറ്റ മിനിറ്റ്. മീർ സാബ്, can you switch off the volume? Can you reduce the volume? आवाज कम करो. ഹലോ. അപ്പം ഡിസ്റ്റർബൻസ് ആയ, അങ്ങനെ ആരോ മ്യൂസിക് കിട്ടിയിരുന്നു അവിടെ. പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അടുത്ത അപ്ഡേറ്റ്സ്. ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാല് 32 വയസ്സ് മുതൽ 33 വയസ്സുള്ള ആണാണെന്ന് സ്ഥിരീകരിക്കാത്താണെങ്കിലും മറ്റേത് ഈ അസ്ഥി പരിശോധിച്ച വിദഗ്ധന്മാർ പറയുന്നത് ആ ഏജിലുള്ള ആളുടേതാണ്. അപ്പം ഇനി അതിൻ്റെ ബാക്കിയുള്ള അന്വേഷണങ്ങളും അപ്ഡേറ്റ്സും വരുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇനി അടുത്ത അപ്ഡേറ്റ്സ് ഒരു മലയാളി കൂടിയായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മളെ സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറഞ്ഞ സംഘടനയിൽപ്പെട്ട ജയൻ നാം കണ്ടതാണ്. ഈ സ്ഥലത്ത് ഒരു കുട്ടീനെ മറവ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ പരാതി SIT കൊടുത്തപ്പം SIT പറഞ്ഞത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനാണ്. ചിലപ്പോൾ അതിന്റെ പ്രൊസീജിയർ അങ്ങനെ ആയിരിക്കും. SIT അവിടുന്ന് പിന്നീട് ആ കേസ് ഏറ്റെടുക്കായിരിക്കും, അങ്ങനെ ആയിരിക്കും. ഇപ്പൊ തൽക്കാലം ഭീമ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുകയാണ്. അവിടുന്ന് പിന്നീട് ഭീമന്റെ വിഷയങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ജയന്ത് പറഞ്ഞ വിഷയത്തിലേക്ക് പോവുക. ഏതായാലും ജയന്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാണ്. ഒരു കുട്ടിന്റെ ഒരു മൃതദേഹം അവിടെ മറവ് ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ മറ്റുള്ള ആളുകൾ കൂടി ആ വിഷയം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഇപ്പം കിട്ടിയ ആ വിഷയത്തിനെ പറ്റിയിട്ടുള്ളത്. അത് അദ്ദേഹം കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്, എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ന് രാവിലത്തെ ഈ ഒരു കുന്നിന്റെ മുകളിൽ, ആ കുന്നിന്റെ പേരാണ് ബംഗ്ലാക്കുന്ന്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബംഗ്ലാഗുഡ എന്ന് പറയുക കന്നഡയിൽ. നിങ്ങൾ മനസ്സിലാൻ വേണ്ടി, ഗുഡ എന്ന് പറഞ്ഞാൽ കുന്ന് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ബംഗ്ലാക്കുന്നിന്റെ മുകളിൽ ശവങ്ങൾ കിട്ടാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നെട്ടണം. അതായത് ഞാൻ ആലോചിക്കുമ്പോൾ ഇതിന്റെ ഒരു ഭയാനകത എന്താണെന്ന് കഴിഞ്ഞാല് 100 മീറ്റർ ഹൈറ്റിലുള്ള ഈ ഒരു കുന്നിന്റെ മേലേക്ക് ഒരു മൃതദേഹം ഒറ്റയ്ക്ക് ഒരാൾക്ക് എങ്ങനെയായാലും കൊണ്ടുപോയി അവിടെ എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടേക്ക് നടന്നു പോയാൽ തന്നെ അവിടുന്ന് സ്കിഡ് ചെയ്ത് വീണിട്ട് പരിക്ക് പറ്റിയിട്ട് ഇപ്പോൾ അത് വേറെ വിഷയമുണ്ട്. പണിക്കാർ ഇപ്പം കുഴിക്കാൻ പോയ ആളുകൾ ആ കുന്നിന്റെ മേലേക്ക് ഈ ഭീമക്ക് ഒറ്റയ്ക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിയോ? ഭീമ തന്നെ പറഞ്ഞിരിക്കണ് ചില സമയത്ത് വേറെ ആരോ കൊണ്ടുപോയി തിരുത്താണ് മൃതദേഹം.
അവിടെ എത്തിച്ചേർത്താണ്. ഇന്റെ പണി ജസ്റ്റ് കുഴി കുഴിക്കുക, അതിലേക്ക് ഇറക്കി വെക്കുക. ഇതാണ് ഇന്റെ പണി. അപ്പൊ ഈ ആളുകളൊക്കെ ഭീമ ഇനി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഈ ആളുകളൊക്കെ ആരാ, എന്താ, എവിടെ ഉള്ളതാ, ഇതൊക്കെ പുറത്ത് വരും. അപ്പം അതൊക്കെ വലിയ എന്താ പറയാ, നമ്മൾ മുന്നേ പറയുന്നുണ്ട്, ഇത് ഇന്ത്യന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സംഭവമാണ്. ഭയങ്കര കോളുകളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ സംഭവിച്ചും കൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമല്ല സംഭവിക്കുന്നത്. ഇത്ര മെയിൻ റോഡിൽ നിന്നും ഇത്രയും ഉള്ളോട്ട്, അതും ഒരു 100 മീറ്റർ ഹൈറ്റുള്ള കുന്നിന്റെ മേലെ ഇത്രയും ആളുകളെ ആര് കൊണ്ടുപോയി കുഴിച്ചിട്ട്, ആരവിടെ എത്തിച്ച് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മനുഷ്യന് അദ്ദേഹത്തെ പറ്റിയിട്ട് ഇത്രയും മോശമായിട്ട് പല ആളുകളും സംസാരിച്ച്, ചിലർ അദ്ദേഹത്തെ സ്വർണ്ണക്കള്ളനാക്കി, മൃതദേഹത്തിലെ സ്വർണം കക്കണ ആളാക്കി, പല രൂപത്തിലും അദ്ദേഹത്തെ വേട്ടയാടുണ്ടെങ്കിലും ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഞാനോ നിങ്ങളോ പോയിട്ട് ഒരു മണ്ണ് കാണിച്ചു കൊടുത്തിട്ട് ഇതാ ഇവിടെ കുഴിച്ചോളി, ഇവിടെ മൃതദേഹം കിട്ടും നമുക്കാർക്കും പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. അത് കുഴിച്ചിട്ട ആളുകൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അതാലോചിച്ചാൽ മതിയല്ലോ. ഇന്നാ ഇതൊക്കെ ശ്മശാനാണെന്ന് പറഞ്ഞ് വരുന്ന ആളുകളോട് ഇതൊക്കെ നിർത്തി വെച്ചിട്ട് അവര് കാണിച്ചു തരട്ടെ. ഇപ്പോഴും ഇനിയും മൃതദേഹങ്ങൾ പല സ്ഥലത്തുനിന്നും കുഴിച്ചാൽ കിട്ടുമല്ലോ, കിട്ടുന്നാണ് ഭീമ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മുന്നേ പോയിട്ട് ഈ ആളുകൾ ആ സ്ഥലത്ത് പോയിട്ട് കുഴിച്ച് കാണിച്ചു കൊടുക്കണം SITക്ക്. ഇതാ നമ്മൾ ഇവിടൊക്കെ കുഴിച്ചിട്ടിക്കണത്. ബേള് ഇങ്ങോട്ടേക്കാ. കുറെ വിളവന്മാരുണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയത് നമ്മളെ ഈ ഒരു രാജ്യത്ത്. ഇതൊക്കെ പുറത്തു വരാൻ ഇതൊരു ചരിത്ര നിമിഷമാണ് സത്യത്തിൽ. നമ്മളൊക്കെ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? എങ്ങനെ 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 ഇവിടെ ജീവിക്കാൻ കഴിയാ? പണ്ട് അമീർ ഖാൻ എന്തോന്ന് പറഞ്ഞതിന് അമീർ ഖാൻ ഇട്ട് എല്ലാരും പൊങ്കാലിട്ടിന്, എനിക്കിവിടെ എന്റെ മക്കളെ ഭാവി ഓർത്തിട്ട് പേടിയാവണമെന്ന് പറഞ്ഞപ്പോ. അതുവരെ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യമായി മാറിക്കിന്. അപ്പൊ നമ്മള് ശക്തമായിട്ട് ഇതിന്റെ പിന്നിൽ നിൽക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഒന്നിനെ വെറുതെ വിടാൻ പാടില്ല. അത് എത്ര വലിയ തമ്പുരാനായിക്കോട്ടെ, ആരായിക്കോട്ടെ, വെറുതെ വിടാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇതിനൊന്നും സത്യത്തിൽ ഇപ്പൊ ആരും ഭയം കാരണമായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ചോദിക്കുന്നില്ല. നമ്മളെ കേരളത്തിന്റെ തൊട്ടടുത്ത് 60 കിലോമീറ്റർ, ആകെ കേരള ബോർഡറിൽ നിന്ന് 60 കിലോമീറ്റർ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഈ സംസാരിച്ചും കൊണ്ട് നിൽക്കുന്നത്. മനസ്സിലാക്കുക എല്ലാരും. വെറും 60 കിലോമീറ്റർ അപ്പുറത്ത് ആയിരക്കണക്കിന് ആളെ കുഴിച്ചിട്ട് ഒരാൾ വന്നിട്ട് നമ്മളെ കേരളത്തിൽ ഇത് ഞെട്ടിക്കുന്നില്ല ഈ കാര്യം. ഇത് ഇന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ മക്കളെ ഭാവി ഞാൻ ഓർക്കണം. എങ്ങനെയാണ് നമ്മളെ മക്കളെല്ലാരും ജീവിക്കുക? ഇതൊക്കെ മറ്റെന്താ പറയാ, നമ്മള് ഇംഗ്ലീഷ് പടത്തിലും മറ്റുള്ളതൊക്കെ കാണുമ്പോൾ, ഹോളിവുഡ് മൂവിയിലൊക്കെ കാണുമ്പോൾ നമ്മളങ്ങനെ ഹരത്തിൽ ഇങ്ങനെ കണ്ടുപോകും, ഓ കാൽപ്പനിക ലോകം എന്ന്. ഇവിടെ തന്നെ പല മാധ്യമങ്ങളും മുന്നേ പറഞ്ഞത് ഇതൊക്കെ ഒരു കെട്ടുകഥ ആണെന്ന്. ഇപ്പൊ അവർക്കൊക്കെ എന്താ പറയാണ്ടാവുക എന്ന് എനിക്കറിയില്ല. കെട്ടുകഥ ആണോ അപ്പൊ അത്, അല്ലെ മനാഫ് ഉണ്ടാക്കിയതാണോ? ഇനിയിപ്പം മനാഫ് കൊണ്ടുപോയി കുഴിച്ചിട്ടെന്നാവുമോ അറിയില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ അസ്ഥിക്കൂടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിനെന്ത് വേണമെങ്കിലും പറയെങ്കിലും ഒരു കാലത്ത് അത് ജീവനുള്ള ഒരു മനുഷ്യനേനു ആ അസ്ഥിക്കൂടങ്ങളൊക്കെ. ജീവൻ നമ്മളെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു ജീവനുള്ള മനുഷ്യരാണ് ഇപ്പൊ അസ്ഥിക്കൂടങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാ? ഇവരൊക്കെ സ്വയം എന്തായാലും പോയിട്ട് അസ്ഥികൂടങ്ങളായിണ്ടാവില്ലല്ലോ. ഇവരാരാണ് ഇത്ര ദൂരത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടത്? ഇവർക്കൊക്കെ എന്തൊക്കെയാ സംഭവിച്ചത്? വേറെ എവിടെയത്തെ കാര്യമല്ല പറയണത്. നമ്മള് മറ്റെന്താ പറയാ, പലസ്തീനിലെ കാര്യോ ഇസ്രായേലിലെ കാര്യോ ആഫ്രിക്കയിലെ കാര്യോ അല്ല പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് മലയാളികൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഈ വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ ആയിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഇടക്കിടക്ക് പറയണത് ഈ വിഷയത്തെ ഒരിക്കലും വർഗവൽക്കരിക്കരുത്.
ഇത് ഒരുപാട് മനുഷ്യരെ കൊന്നാണ്. ഞാൻ എവിടെയും പറയുന്നില്ല ഇത് ആര് കൊന്നു എന്നുള്ളത്. അതൊക്കെ അന്വേഷിക്കേണ്ടത് SITയും മറ്റുള്ള അധികാരികളാണ്. എന്തായാലും ഒരു മരണപ്പെട്ടിരിക്കണമെന്നുള്ളതിൽ യാതൊരു സംശയവും. അപ്പം ഈ തരത്തില് മരണപ്പെട്ടത് എങ്ങനെ, ആര് കൊന്നു, എന്തിനു കൊന്നു, ഇതൊക്കെ ചോദ്യം തന്നെയാണ്. ഇതിനെതിരെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ അധികം ആരും സംസാരിക്കാൻ പോലും ധൈര്യം കാണിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാര് പോലും മുന്നോട്ട് വരുന്നില്ല. ഒരുപാട് മുന്നോട്ടേക്ക് ഇട്ട് പോവാൻ തന്നെ പ്രയാസാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ സമയത്ത് നമ്മൾ ചോദ്യം ചോദിക്കാനും ഇത് സംസാരിക്കാനും സാധാരണക്കാരായ കുറച്ച് പേരുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാണെന്ന് വിചാരിക്കരുത്. ഇപ്പൊ ഈ എന്താ പറയാ, ബിഗ് ബോസ് കാണാൻ ആളുള്ള നാട്ടില് ഇത്ര പോലും ഒരു മനുഷ്യർ കൊല്ലപ്പെട്ടെടുക്കാൻ പോലും ഇല്ല. ഞാൻ പല പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ ഞാൻ ഇത്ര നേരം വെക്കാൻ തന്നെ കാരണം പല ചാനലിലും സംസാരിക്കേണ്ടതുണ്ട്, പല ചാനലുകാർക്കും വിവരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ചാനലിൽ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം പല യൂട്യൂബേഴ്സിനോട് സംസാരിക്കുമ്പോഴും ഇപ്പം പ്രത്യേകിച്ച് ആ യൂട്യൂബർമാർക്കെതിരെ ആ ഒരു വീഡിയോ ബാൻ ചെയ്തതൊക്കെ എടുത്ത് ഒഴിവാക്കി. ഒരു ഭാഗത്ത് ആ നിയമ പോരാട്ടം നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് പല ടൈപ്പ് പോരാട്ടങ്ങൾ ഒരു വിഷയത്തിൽ നടക്കുന്നുണ്ട്. യൂട്യൂബർമാരെ ബാനൊക്കെ എടുത്ത് ഒഴിവാക്കിയെങ്കിൽ യൂട്യൂബർമാർക്ക് ഇത് സംസാരിക്കാൻ പോലും ധൈര്യമില്ല. സംസാരിച്ചിട്ട് ഇത് കാണാൻ പോലും ആളില്ല, പ്രതികരിക്കുന്നില്ല, കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സജീവമായിട്ട് സംസാരിക്കണം. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത് സജീവമായിട്ട് ഈ വിഷയത്തിൽ നിൽക്കുക. ഈ വിഷയത്തിൽ നിൽക്കുക. ഈ വിഷയത്തിന് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങളെ പങ്കാളിത്തമില്ലെങ്കിൽ ഈ വിഷയം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് നമ്മളെ അർജുന്റെ വിഷയത്തില്, ശിരൂര് വിഷയത്തില് ആ വിഷയം വിജയിക്കാൻ കാരണം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നത് കാരണമാണ്. അപ്പം നിങ്ങളെല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കുക. ഇപ്പം വേറെ ആരും രംഗത്ത് വരുന്നില്ല, ഒരു സെലിബ്രിറ്റിനെയും കാണാനില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് അഭിപ്രായം പറയുന്ന സിനിമാ നടന്മാരായിക്കോട്ടെ, മറ്റുള്ള ഏത് ടൈപ്പ് സെലിബ്രിറ്റികളായിക്കോട്ടെ, ഏത് ടൈപ്പ് രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, ആരും കാണുന്നില്ല. ഇത്രയൊക്കെ മൃതദേഹങ്ങൾ കിട്ടിയല്ലോ, ഇനിയെങ്കിലും സംസാരിക്കേണ്ട സമയം വരെ. ശക്തി മനസ്സിലാക്കിയത് കാരണമായിരിക്കും ഈ ഇടക്ക് കട്ടായി പോകണ്ടെന്ന് ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കിയത് കാരണമായിരിക്കും തോന്നുന്നുണ്ട്. പിന്നോട്ടേക്കാണ്. ആയ കാലം നല്ല എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് മരിച്ചൂടെ? എനിക്ക് അവരോട് അതേ പറയാനുള്ളൂ. കാരണം ഇതൊന്നും നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത്ര കാലം ജീവിച്ചോളണമെന്നൊന്നും ഇല്ലാലോ. ഉള്ള കാലം അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ഈ സമൂഹത്തിൽ ചെയ്യുക, എന്നിട്ട് ഈ സ്ഥലം കാലിയാക്കുക, അത്രേ ഉള്ളൂ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്, ഞാൻ ആരും മെസ്സേജും വായിക്കുന്നില്ല. കാരണം ഇന്ന് ഈ വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ ഒരു കാരണമുണ്ട്, അതാണ് പ്രധാനമായിട്ടും. അപ്പം ആ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ അടുത്തത് വരുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂട്യൂബർ, തിരുവനന്തപുരത്തുള്ളത് യൂട്യൂബർ, ഇന്നത്തെ എൻ്റെ ദിവസം മൊത്തം ആ യൂട്യൂബർ പോക്കി. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് ഇപ്പം പറഞ്ഞിട്ട് ആ യൂട്യൂബർക്ക് ഒരു റീച്ച് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും നിങ്ങൾ ആ യൂട്യൂബിൽ പോയിട്ട് അത് കാണണ്ട. കാരണം അതിനേക്കാൾ വിഷമം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ധർമ്മസ്ഥല വരെ പോയി. ധർമ്മസ്ഥലയിൽ പോയിട്ട് കുറച്ച് ആളുകളെ പോയി കണ്ട്. എന്തിന് കണ്ട്, ആരെ തകർക്കാൻ കണ്ട്, ആരെ കൊല്ലാൻ കണ്ട്, ഒന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അദ്ദേഹം കൃത്യമായിട്ട് ധർമ്മസ്ഥല വരെ ഒരു വ്യൂ ഇല്ലാത്ത ചാനല്, ഒരു വ്യൂ ഇല്ല, ആകെ 300 ആള് 400 ആള് 500 ആള് കാണുക. ഇവിടെ ലക്ഷങ്ങൾ കണ്ടിട്ട് ആകെ ഒരു വീഡിയോക്ക് 600 റുപ്യ 700 റുപ്യ കിട്ടുന്നിടത്ത് 10,000 മുടക്കിയിട്ട് ധർമ്മസ്ഥലയിൽ വന്നിട്ട് പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ കണ്ട് സംസാരിച്ച് അവിടുന്ന് പിന്നെന്താക്കി, ഈ ആള് പോയിട്ട് ഒരു 100 ചില്ലാനം കിലോമീറ്റർ അപ്പുറം പോയിട്ട് എനിക്കെതിരെ കേസ് കൊടുത്ത ആളെ പോയി കണ്ട്
അപ്പോഴാണ് ഞാൻ കാണുന്നത് എനിക്കെതിരെ കേസ് കൊടുത്ത ആള് ആരാന്നുള്ളത്. ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, ആരാ എനിക്കെതിരെ കേസ് കൊടുത്തതെന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കേസ് കൊടുത്ത ആളെ ഞാൻ കണ്ടത്. ഇന്നായിട്ട് എനിക്കൊരു 3 മാസം മുന്നേ ഒരു ഇതുണ്ടായിന്, ഒരു ഇന്റർവ്യൂ ഉണ്ടായിന്. ആ ഇന്റർവ്യൂവില് ഇന്റർവ്യൂ അല്ല, എനിക്കൊരു 3-4 മാസം മുന്നേ എനിക്ക് ബാംഗ്ലൂർ കർണാടകയിൽ വെച്ചിട്ട് എനിക്കൊരു വലിയൊരു അവാർഡ് കിട്ടിയിരുന്നു. ഞാൻ ആ അവാർഡ് വാങ്ങാൻ പോയ വേദിയിൽ ഉണ്ടായ ഒരാളാണ്. ഇന്നായിട്ട് ആ ദിവസം മൊത്തം സംസാരിച്ച ഒരു മലയാളി. നല്ല സൗഹൃദം, സാമൂഹ്യ പ്രവർത്തകനാണെന്നൊക്കെ പറഞ്ഞ് ഉടുപ്പിയിൽ അങ്ങനെ ഓക്കെ. എന്റെ കൂടെ സെൽഫിയൊക്കെ എടുത്ത് ഞാൻ അദ്ദേഹത്തെ കൊടുക്കേണ്ട ആദരവൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എനിക്ക് കർണാടകയിൽ കിട്ടിയ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് മലയാളി ആയതുകൊണ്ട് ആർക്കറിയാം എന്നെ അത്ഭുതപ്പെടുത്തി. ഏതായാലും ആ മനുഷ്യന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അടിപൊളി പണിയാ എടുത്തുവെച്ച്. ഞാൻ ദൈവങ്ങളെ കുറ്റം പറഞ്ഞ്, അമ്പലത്തിനെ കുറ്റം പറഞ്ഞ് കേസ് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല, ഞാൻ നേരിടും. പക്ഷെ ആ ആളെ ഇന്റർവ്യൂ ഇയാള് ചെയ്ത്, ഇയാള് ധർമ്മസ്ഥലയിൽ എന്തൊക്കെ ചെയ്ത് ഒക്കെ ഞാൻ ഇന്ന് രാവിലെ മുതൽ അതിന്റെ പിന്നിലായി പോയി. നമ്മളൊരു വിഷയത്തിൽ ഇറങ്ങിയിട്ട് ആ വിഷയത്തിൽ ഇങ്ങനെ മെനക്കെട്ടും കൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്ന ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യാൻ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ, ആ ചാനലിൽ ഒന്നും പറയാനും ആഗ്രഹിക്കില്ല. കാരണം നിങ്ങൾ ആരും പോയി കണ്ടിട്ട്, കാരണം അത് ചത്തിക്കുന്ന ചാനലാണ്. ഇനി അതിനെ ഉണർത്തേണ്ട ആരും പോയിട്ട്, അത് അതിന്റെ വഴിക്ക് വിടി. അയാള് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാളാണ് ഉത്തരവാദി, അത് വേറെ വിഷയം. അതൊക്കെ ഞാൻ വേറെ പറഞ്ഞുണ്ട്. ഇപ്പൊ ഞാൻ അതിന്റെ പിന്നിലേക്കില്ല. പക്ഷെ എന്താണ്, ഒരു മലയാളിന്റെ ഒരു മനസ്സ് ഞാൻ ആലോചിക്കാണ്. ചേറ്റ, എനിക്ക് സങ്കടം തോന്നുന്നു, ദേഷ്യം വരുന്നുണ്ട്. കൈ കിട്ടിയാൽ ഞാൻ അയാളെ പോട്ടെ. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന്റെ മുമ്പേ ശിരൂർ വിഷയത്തിലും ആ ടീം ഇറങ്ങിനു. അങ്ങനെ ആ ടീം ഇറങ്ങി ഒരുപാട് തെളിവുകളൊക്കെ ആയിട്ട് വന്നിനു. ആ തെളിവ് ഒരാളെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിനു. ആ ആളെടുത്ത് ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ശിരൂർ വിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ആളുകളൊക്കെ തേടിപ്പോവും. ഞാൻ എൻ്റെ ഒരു ശൈലി അങ്ങനെ, ഒറ്റൊന്നിനും വെറുതെ വിടൂല. അങ്ങനെ ഞാൻ തേടിപ്പോയി. വയനാട്ടിലുള്ള ഒരാളെ അയാള് ഗോവയില് നമ്മള് മരം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കടത്താണ്, ആന ചേന എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതിന് അന്ന് ശിരൂർ വിഷയത്തില് അയാൾക്ക് ഈ പറയുന്ന യൂട്യൂബർ 50,000 റുപ്യ കൊടുക്കാറിഞ്ഞിട്ട് ചെയ്യിപ്പിച്ച പണിയെ അയാൾ വീഡിയോയിൽ പറഞ്ഞ്. പിന്നീട് അമ്മായിരം ലോക ഫ്രോഡ് ആളുകളാ. ഇപ്പം പോയിട്ട് നമ്മളെ ജീവന് ഭീഷണിയുള്ള ഒരു സിറ്റുവേഷനിലാണ് ആ ടീം ആ ഭാഗത്ത് അവിടെ പോയിട്ട് ആ ആളുകളായിട്ട് സംസാരിച്ച് ഒരു ഡീൽ ഉറപ്പിച്ച് വന്നിക്ക. ഓക്കെ, ഞാൻ അവിടെ നമ്മളത് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞെന്നുള്ളൂ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ വെക്കട്ടെ. അപ്പൊ നമ്മളെ ലക്ഷ്യം ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിന് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ യൂട്യൂബറിന്റെ ഇടയിൽ തലയിൽ വന്നതാണ് അയാൾ ചെയ്ത ചെറ്റത്തരം. പെട്ടെന്ന് അങ്ങനെ ഓർത്തു പോയതാണ്. നമ്മൾ ആർക്കും വേണ്ടിയിട്ടാണ് ജീവൻ പണയം വെച്ചിട്ട് ഇതിന്റെ പിന്നിൽ നിൽക്കണേ? ജീവൻ പണയം വെക്കാത്ത എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നമുക്ക് നാക്കിൽ എന്തൊക്കെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെയല്ല. നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പേടിക്കണം എങ്ങനെയാണ് എന്നുള്ളത്. ഇത് മൊത്തം പുറലോകത്തേക്ക് കൊണ്ടുവരാൻ ഒരു കാരണക്കാരനായ ഇന്നെ വെറുതെ വിടുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് അച്ചാരം വാങ്ങിയിട്ട് ബാക്കി പണിയെടുക്കുന്ന ആളുകളെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇനി ബാക്ക് ടു നമ്മളെ ഇതിലേക്ക് വരാം. ഈ അസ്ഥികൂടങ്ങൾ ഇത്രയും വലിയ മലന്റെ മുകളിൽ നിന്ന് കിട്ടിയപ്പോൾ അവിടുത്തെ ആളുകൾ, SIT ഏർപ്പാട് ചെയ്ത ആളുകൾ 3 ചാക്ക് ഉപ്പ് അതിന്റെ മേലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 3 ചാക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് പ്രിസർവ് ചെയ്തിട്ട് എന്തായിരിക്കും ഈ ഉപ്പും അസ്ഥിയും തമ്മിൽ, എനിക്ക് തോന്നുന്നത് ഫോറൻസിക് വിഭാഗത്തിന് ഉപ്പ് ആവശ്യം ഉണ്ടാവുമായിരിക്കും, എന്താ അറിയില്ല. 3 ചാക്ക് ഉപ്പ് എന്ന് പറയുമ്പോൾ അപ്പൊ അസ്ഥികൂടങ്ങൾ എത്രമാത്രം ഉണ്ടാവും എന്നുള്ളതും കൂടി ഒന്ന് ഊഹിക്കണം എന്ന് ആണ് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത്. അപ്പൊ 3 ചാക്ക് ഇത്രയും ഉപ്പുമായിട്ട് മേലേക്ക് ജോലിക്കാർ കയറി പോയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം തെരച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ വരും ദിവസങ്ങളിൽ
അപ്പൊ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെള്ള പൂശാൻ ശ്രമിച്ചവർക്കൊന്നും കാര്യമില്ല, പണിയാ. ഇത്രമാത്രം വെള്ളം പൂശാൻ കഴിയൂല, കുറച്ചൊക്കെ ന്യായീകരിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. ഇത് മൊത്തം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓടി പോയിക്കോളി, ഒരു രക്ഷയില്ല. അത്രമാത്രം ഇതൊക്കെ ഇപ്പം ലീക്കായിട്ട് വരുന്ന വിവരങ്ങളാ. ഇതൊന്നല്ലാതെ SIT പുറത്തു വിടാൻ ഇനി കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. SIT ഇതിന്റെ മുന്നേ ഉള്ള ഏതൊക്കെ കുഴികളിൽ നിന്ന് സാധനം കിട്ടിക്കുന്നുള്ളത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു മനുഷ്യന് ഒരു മനുഷ്യന് ഒരു കറുത്ത ഡ്രസ്സ്, അത് ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ഇത്രയും വലിയ മാസ്ക് ഒക്കെ ഇട്ടിട്ട് എന്താ പറയുക, ഒരു പകല് മൊത്തം ഈ തെരച്ചിലിന്റെ കൂട്ടത്തിൽ സഹകരിച്ച് നിൽക്കുക. ഞമ്മക്ക് ആർക്കും കഴിയോ അങ്ങനെയൊക്കെ മുഖത്തൊക്കെ ഇത്രയും സാധനം കിട്ടിയിട്ട്? എത്ര കഷ്ടപ്പെടുണ്ടാവും ആ മനുഷ്യന്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ഇപ്പൊ ഈ ഒരു ഭീഷണി, ഇതുപോലെ നമ്മൾ അറിയാതെ പോണ എന്തൊക്കെ മാനസിക പ്രയാസങ്ങൾ ഇത്രയും പോലീസുകാർ, ഇത്രയും ചാനലുകാര്, ഇവരൊക്കെ മുന്നിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാനസിക സംഘർഷം ചെറുതേക്കില്ല. അയാളെ ഞാൻ സമ്മതിച്ചു പോയി. അങ്ങനെ ആവണു. എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു തെറ്റ് ചെയ്തിക്കണ അയാള് ഇല്ലാന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇത്രയും കാലം ആ തെറ്റിന് കൂട്ടുനിന്നും ചെയ്തിട്ടുണ്ട്, അതിലും ഒന്നും പറയാനില്ല. പക്ഷെ വേണ്ടിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് മുന്നോട്ടേക്ക് ഒരാൾ ഇരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതും ഇത്ര വലിയ ഫിസിക്കലി ആലോചിച്ച് നോക്കി. ഈ ഇത്രയും വലിയൊരു ജാക്കറ്റും അതുപോലെ തന്നെ ഈ മാസ്കും ഒക്കെ ഇട്ടിട്ട് നിൽക്കുക അറിയുമ്പോ അതിനൊന്നും വെള്ളം കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ട് ആ മനുഷ്യന് എന്താണ് കൃത്യമായ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെവിടെ വരെ സത്യത്തില് ഇതിന്റെ യഥാർത്ഥ പ്രതികളിൽ എത്തുമോ അതൊന്നും അറിയില്ല. എന്നിരുന്നാലും കാര്യങ്ങൾ ഇത്രയും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എന്താ പറയാ, കൃത്യമായ വിവരമല്ല അവിടെയുള്ള ജനങ്ങൾ പറയുന്ന. കന്നഡയിൽ വന്ന ചാനലുകളിൽ ഒരാള് പറയുന്നുണ്ട്, ലേറ്റസ്റ്റ് മൃതദേഹങ്ങൾ പോലും അതിലുണ്ട് എന്നുള്ളത്. അപ്പം വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഏതായാലും ഇത് ചുരുളയോ ഇതിന്റെ യഥാർത്ഥ സത്യത്തിലേക്ക് എത്തോ, മറ്റുള്ളവർ ഇതിനെ എത്രമാത്രം സീരിയസ് ആയിട്ട് കേരളത്തിലുള്ള എടുത്തുക്കണമെന്നുള്ളത്. ഇപ്പം തന്നെ നമ്മളെ കേരളത്തില് എന്താ പറയാ, ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റി എന്താ പറഞ്ഞു കഴിഞ്ഞാല് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു ചെറുപ്പക്കാരന് മുന്നോട്ട് വന്നീന്, ഒരു കോളേജ് എന്തോ ഒരു ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയോ, ആ കുട്ടി ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട് ധർമ്മസ്ഥലയിൽ വെച്ചിട്ട് ആ ചെറുപ്പക്കാരനെ കുറച്ച് ആളുകൾ പുറത്തേക്ക് ഇറക്കി മർദ്ദിച്ച്, മർദ്ദനം സഹിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെട്ട് കാട്ടിൽ പോയി, ഒളിവിൽ പോയി. ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്തായിക്കണ് ചിന്തിക്കേണ്ട വിഷയമാണ്. ആ പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്തതായിരിക്കും ആ വന്ന ആളുകൾ. പിന്നീട് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ച് അതും അറിയില്ല. അപ്പം അതൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ ഇനി അങ്ങനത്തെ കുറെ കേസുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരുള്ള ഒരു ആള് വിളിച്ച്, അയാൾ എത്ര കൊല്ലമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു, അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ ഇയാളും കള്ളു കുടിച്ച് ആ കുറച്ച് മുന്നേ കള്ളിന്റെ പുറത്ത് പഞ്ചായത്ത് മെമ്പർ മൊബൈലിൽ കുറെ പെൺകുട്ടികളെ ഫോട്ടോ, അത് മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോകളാണോ അറിയില്ല, ഇവരൊക്കെ നമ്മളിവിടെ കൊന്നു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ
നമ്മളെ ശബ്ദാണ്, നമ്മളിറങ്ങി ശബ്ദിച്ചാലേ നമ്മളെ കേരളത്തിലുള്ള ഭരണകർത്താക്കന്മാര്, രാഷ്ട്രീയ പ്രവർത്തകർ, സോ കോൾഡ് സെലിബ്രിറ്റികൾ ഒരൊക്കെ പുറത്തു വരുള്ളൂ. അങ്ങനെ അവരങ്ങനെ വെറും ബെനിഫിറ്റ് കിട്ടുന്ന കാര്യത്തിൽ മാത്രം നിൽക്കുക, മറ്റുള്ള കാര്യത്തിൽ തടി കേടാവുന്ന കാര്യത്തിൽ മാറി നിൽക്കുക പാടില്ല. ഇപ്പൊ ഇത്രയും കിട്ടിയ മൃതദേഹങ്ങളൊക്കെ ആരതാണ്, എന്താണ്? അതിൻ്റെ ഇടയിൽ വേറൊരു അത്ഭുത കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് 2001 മുതൽ 2012 വരെയുള്ള രേഖകൾ വെൽത്തങ്കടി പോലീസ് സ്റ്റേഷനിൽ ഇല്ല, നശിപ്പിച്ചിക്കണ്, ഡിലീറ്റ് ചെയ്തിക്കണേ. എന്ത് വേണമെങ്കിൽ പറയാന്. ആലോചിച്ച് നോക്കി. എല്ലാ രേഖകളും കാലാകാലം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ രേഖകൾ ഇല്ലല്ലോ ഓരോ കയ്യിൽ. എവിടെ വരെ എത്തി? ആ രേഖകൾ ഇല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ SITക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും? അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈവ് ചെയ്യാൻ കാരണം ഇതൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിക്കണം, ഒക്കെ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഇനിയും ഒരുപാട് ആളുകൾ ധർമ്മസ്ഥലം എന്താണ്, അവിടുത്തെ കൊലപാതക പരമ്പര എന്താ, ഇനിയും ഇത്രയും മൃതദേഹങ്ങൾ എങ്ങനെ വന്നു, ഈ ഒരു വിഷയം അറിയാത്തവരുണ്ട്. ഒന്ന് ധർമ്മസ്ഥലിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് വെച്ചിട്ട് എന്റെ വീഡിയോന്റെ അടിയിൽ കമന്റ് തരിക, ചവിട്ടി കൂട്ടാൻ തോന്നുക. ആലോചിച്ചേക്ക്, ഇത്രയും ദിവസമായിട്ട് ഇതിനെ പറ്റിയിട്ട് തന്നെ പറയണത്. അപ്പൊ അതിനെ പറ്റിയിട്ട് മറ്റു വീഡിയോകളിൽ പോയി നോക്കുക. പിന്നെ അതേമാതിരി തന്നെ ഒരു ഭയങ്കര കോമഡി എന്താ പറഞ്ഞു കഴിഞ്ഞാല് SIT ഒരു നമ്പർ ഇഷ്യൂ ചെയ്തിക്കണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികളോ മറ്റ് വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ആരെങ്കിലും നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറേ ആളുകൾ വിളിച്ചിട്ട് ഓരോരു ഓല ഉപദേശിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ തെരച്ചിൽ നടത്തൂ, ഇങ്ങനെ തെരച്ചിൽ നടത്തൂ, അവിടെ നടത്തൂ. എന്ത് മനുഷ്യന്മാരാണല്ലേ. ആ ഒരു ഹോട്ട് ലൈൻ നമ്പർ അല്ലെ ഹെൽപ്പ് ലൈൻ നമ്പർ ഇഷ്യൂ ചെയ്തത് വെറും നമുക്ക് എന്തെങ്കിലും ആ ധർമ്മസ്ഥലമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാ. നമ്മളൊരു നമ്പർ ഇഷ്യൂ ചെയ്ത് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആക്ഷൻ കമ്മിറ്റി കേരള, നമ്മൾ ഇഷ്യൂ ചെയ്തതിൽ മുഴുവൻ മനാഫ് ഖാൻ ഒന്ന് കിട്ടോ, ഒരു ഹെൽപ്പ് വേണോ മറ്റുള്ളതെന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ നല്ല ഒക്കെ ആളുകൾ അത്യാവശ്യക്കാരാണ്. പക്ഷെ എന്താന്ന് കഴിഞ്ഞാൽ ഞാനത് എന്റെ നമ്പറാണ്, എന്റെ കയ്യിലുള്ള നമ്പറാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ആ നമ്പർ ഉള്ള ഒരു മനുഷ്യൻ ഉണ്ടാവുള്ളൂ, അയാള് കുടുങ്ങി. ഓരോ ഫോൺ വരുമ്പോഴും വിചാരിക്കും കേരളത്തിലെ ഏതെങ്കിലും ആള് ഈ പ്രയാസത്തിൽ പെട്ടിട്ടുണ്ടാവും വിചാരിച്ചിട്ടാണ് അയാൾ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുക്കുമ്പോൾ മുഴുവൻ വരുന്നത് ഈ ചാരിറ്റി പ്രവർത്തനത്തിനുള്ള കോളുകളാണ്. തൽക്കാലം അതിലേക്കൊന്നും ആരും വിളിക്കരുത്. അതിൽ ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് കേരളത്തിൽ ഒരുപാട് ആള് മിസ്സായിക്കുന്നുള്ള ഡാറ്റാസ് ഉണ്ട്. ഏകദേശം 3000 ചില്ലാനോ ആളുകൾ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് കേരളത്തിൽ നിന്ന് എവിടെ പോയി ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഈ ആളുകൾ ആരും ഒരു പരാതിയായിട്ട് വരുന്നില്ല. യഥാർത്ഥ ഈ സമയത്ത് വരേണ്ട ആളുകളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരെയും പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ചവിട്ടി കൂട്ടണവരെ. ഇപ്പൊ ഇത്രയും എല്ലാ ചാനലിലും എല്ലാ യൂട്യൂബേഴ്സും ഒക്കെ പറയുന്നുണ്ട്, ആർക്കും പരാതി ഉണ്ടെങ്കിൽ വരി, അതിപ്പോ നമുക്ക് അന്വേഷിപ്പിക്കാനും കണ്ടെത്താനും ഉള്ള ഒരു സൗകര്യം ഉണ്ട്, സമയമാണെന്നൊക്കെ പറഞ്ഞിട്ടും ഒരൊറ്റ ആള് മരണപ്പെട്ടിട്ടുണ്ടോന്ന് അറിയാന് ഉള്ള ഒരു പരാതിയും വരുന്നില്ല. പിന്നെ വരുന്നത് മുഴുവൻ അവിടുന്ന് എന്താ പറയാ അടി കിട്ടിയ കേസും എന്താ പറയാ റോബറി, ഇങ്ങനത്തെ കേസുകളൊക്കെ വരുന്നുള്ളൂ. കാര്യമായ ഒരു പരാതിയായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. ചിലപ്പം യഥാർത്ഥത്തിലുള്ള ശത്രുവിന് അത്രമാത്രം ഭയമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രൂരതകൾ, ആ
ഏത് വിഭാഗം ആളുകളാണ് ഇത് ചെയ്ത് അതിന്റെ ക്രൂരത അറിയുന്നവർക്ക് മനസ്സിലാവുമല്ലോ. അടി കിട്ടിയവൻക്കല്ലേ അറിയുള്ളൂ അടിന്റെ വേദന എത്ര ഉണ്ട്, അതായിരിക്കും. ഏതായാലും ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ പറയാനുള്ളൂ. ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇത്രയാണ്. നിങ്ങളെല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമാണ്. നമ്മൾ പവർഫുൾ ആയി നിന്നാലേ മറ്റുള്ളവർക്ക് ഒരു പേടി ഉണ്ടാവുള്ളൂ. ഓല് ന്യൂസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും ന്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തി ഉണ്ട്. ഇപ്പോഴാണ് ഈ ഒരു യൂട്യൂബിന്റെ വില മനസ്സിലാക്കുന്നത്. ഇതിന് അത്യാവശ്യം നല്ല പവർ ഉണ്ട്. പിന്നെ ആരും മെസ്സേജ് ഒന്നും ഇട്ടില്ലല്ലോ. ഞാൻ മെസ്സേജുകൾ വായിക്കണമെങ്കിൽ സിനാബ് ഈ സിൻഡിക്കേറ്റിന്റെ രൂപം കണ്ടിട്ട് എന്താ പറയാ, ഒന്നാമത് കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവും പ്രശ്നം വന്നിക്കണെന്നാ തോന്നുന്നു. എന്തോ നടത്തുന്ന പോലെ ഉണ്ടല്ലോ, അതിന് കുറച്ച് എന്തെങ്കിലും കാത്തിരിക്കുകയായിരുന്നു. സോറി എന്ന് പറഞ്ഞ ഒരാള് പൊളിച്ചു. മുബീന, നിങ്ങൾ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം മറ്റേ യൂട്യൂബർ പോക്കി തന്നിക്കണ്. അവൻക്കുള്ളത് പിന്നെ നമുക്ക് കൊടുക്കാം. ആരും അത് പോയി എന്റർടൈൻ ചെയ്യണ്ട, അതിന്റെ അടിയിൽ പോയി കമന്റ് ഇടണ്ട, ലൈക്ക് അടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അതോടുകൂടിയിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് ഞാൻ അറിയിച്ചെന്നുള്ളൂ കേട്ടോ. ഓക്കെ, കാര്യമായ മെസ്സേജുകളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ്. ഇനി ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കാണാം, എന്നിട്ട് കമന്റ് ഇടുക. എനിക്കിപ്പം വായിക്കാൻ കഴിയില്ല. ഞാൻ എല്ലാ പരമാവധി മെസ്സേജുകൾക്കും മറുപടി ഞാൻ ണ്ട്. ഫുൾ ടൈം ഡെഡിക്കേറ്റഡാ ഈ വിഷയത്തിന്. വീട്ടിൽ പോലും പോവാതെ ലോഡ്ജിൽ റൂം എടുത്ത് സുഖമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രവൃത്തികളും, വേറെ ഒരു വിഷയമില്ല. ഒരു കാര്യത്തിന് ഇറങ്ങിയ മാതിരി ഫുള്ളായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെ അപ്ഡേറ്റ്സ് ഉള്ളത്. ഇതന്നെ വലിയ കുറെ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് നീണ്ടുപോയി. ഓക്കെ, ഞാൻ വെക്കുകയാണ്. നാളെ ഇതേമാതിരി തന്നെ ഫുൾ കാര്യങ്ങൾ കേട്ട ഇന്നത്തെ ക്ലിയർ അപ്ഡേറ്റ്സ് എല്ലാവർക്കും വിട്ടുകൊടുക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം. ഏറ്റവും കൂടുതൽ വാപ്പന്മാരുടെ സങ്കടങ്ങളൊക്കെ പുറത്തു വരല് കല്യാണത്തിന്റെ സമയത്താണ്. പെൺകുട്ടികളൊക്കെ വീട്ടിൽ കഴിഞ്ഞ് പോകുന്ന സമയത്ത്, മക്കള് പുറത്തു പോയി പഠിക്കുന്ന സമയത്ത്, ആൺകുട്ടികളൊക്കെ ആയിക്കോട്ടെ. ഫാദേഴ്സ് എന്ന് പറയുന്നത് മോർ കണക്റ്റഡ് ടു ഗേൾസ്. ആൺകുട്ടികളെ ഏറ്റവും വല്ലാണ്ട് കണക്റ്റഡ് അല്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ടു ഓൾ ദ ബോയ്സ് ഔട്ട് ദെയർ, യു ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾ എത്ര വലിയ ആളായിക്കോട്ടെ, എങ്ങനെ രീതിയിൽ പൊക്കോട്ടെ, ബി എ ഷെൽട്ടർ ഫോർ ദം. അത്രേ ഉള്ളൂ. നമ്മൾ ഒരു ലെവലിൽ എത്തിയിട്ട് മറക്കേണ്ടവരല്ല അവരെന്ന് പറയുന്നത്. അപ്പോൾ വാപ്പന്മാരുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വാപ്പന്മാരായിട്ട് വർഷങ്ങളോളായിട്ട് ഹഗ് ചെയ്യാത്തവരുണ്ടാകും, വാപ്പന്മാരായിട്ട് സംസാരിക്കാത്തവരുണ്ടാകും, വാപ്പന്മാരായിട്ട് തെറ്റിയിരിക്കുന്നവരുണ്ടാകും. സി ദാറ്റ്സ് ഹൗ വി നീഡ് ടു സീ അവർ ലൈഫ്. അപ്പോൾ നമ്മൾ ആലോചിക്കും ഞാൻ പഠിത്തം കഴിഞ്ഞാൽ വാപ്പൻ്റെ അടുത്ത് പോയി സംസാരിക്കും. നോ, യു ഡോണ്ട് നോ വെദർ യു ആർ ഗോയിങ് ടു ലീവ് ടുമോറോ ഓർ ആഫ്റ്റർ ടുമോറോ. സോ ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ്. ഇഫ് യു ആർ ഇൻ എ ബാഡ് സിറ്റുവേഷൻ വിത്ത് യുവർ ഫാദർ, ഗോ കോൾ ഹിം. എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, ഞാൻ ഇങ്ങനെ പ്രശ്നത്തിലായിരുന്നു, എനിക്ക് വാപ്പനെ കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, സോറി എന്ന് പറയാൻ പറ്റണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം? വാപ്പിയില്ല, അമ്മയില്ല, പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ദി മണി, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദി ഹൗ വി സീ അവർ ലൈഫ്.